നമസ്കാരം. കൈപ്പശ്ശേരി ഗോവിന്ദമ്പുരി. നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവുക. അത് കേമാവണം. നമ്മൾ പോകുന്ന കാര്യം നടക്കണം. അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല എല്ലാവർക്കും. ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, അല്ല ഒരാളെ കാണാൻ പോവുകയാണ്, ഒരു ലോണിന് പോവുകയാണ്, അല്ലെങ്കിൽ ഒരാളെ മീറ്റ് ചെയ്യാൻ പോകണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതൊന്നുമില്ല, നമ്മൾ കുടുംബത്തിൽ തന്നെ ഇരിക്കുക. അങ്ങനെയാണേലും ഇന്നത്തെ ദിവസം ശുഭാവുക. അങ്ങനെയുണ്ടല്ലോ, അതൊരു സന്തോഷമല്ലേ? അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ഒരു നിത്യവൃത്തി അല്ലെങ്കിൽ നിദാനം എപ്പോൾ തുടങ്ങണം, അങ്ങനെ ഒരു സാധനമില്ലേ? നമ്മൾ എപ്പോൾ എണീക്കണം, എന്താണ് നമ്മൾ രാവിലെ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ ഭക്തൻ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീറ്റാലാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കുകയാണ് വേണ്ടത്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് എണീക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ശാരീരികമായ ദോഷമാണ്. പിന്നെ നമ്മുടെ ഹിന്ദു സനാതന ധർമ്മത്തിൻ്റെ നിർബന്ധമാണ് സൂര്യോദയത്തിന് മുമ്പ് എണീക്കുക. അങ്ങനെയാണ്, സൂര്യോദയത്തിന് മുമ്പ് എണീക്കുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ശാസ്ത്രീയവുമായി വളരെ ബന്ധപ്പെട്ടതാണ്. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് നമ്മൾ സൂര്യനെ, ആ ഉദയസൂര്യനെ നമ്മൾ തൊഴുത് ആദിത്യമന്ത്രമൊക്കെ ജപിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അപ്പം എന്നാ വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ഭഗവാനോട് ചെയ്യുന്നതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞ സാധനം നമുക്ക് ലഭിക്കും. നമ്മുടെ ആ ഒരു നിദാനം, എല്ലാ കാര്യങ്ങളും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അപ്പം രാവിലെ നമ്മളിപ്പോൾ എണീക്കുക. അപ്പം നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾ സാധാരണ തല വെക്കുന്നത് ഒന്നല്ലെങ്കിൽ കിഴക്കോട്ട് തല വെക്കാം, അല്ലെങ്കിൽ നമുക്ക് തെക്കോട്ട് തല വെക്കാം. അതറിയായിരിക്കും, നിങ്ങൾക്കറിയായിരിക്കും. പറയുന്നുണ്ടല്ലോ, വേണം കിഴക്കോട്ട് വേണ്ട പടിഞ്ഞാട്ട്, വയ്യാ വടക്കോട്ട് വേണമെങ്കിൽ തെക്കോട്ട്, അങ്ങനെയാ. അപ്പോൾ തെക്കോട്ടോ കിഴക്കോട്ടൊക്കെ സാധാരണ നമ്മൾ തല വെക്കാറ് പതിവുള്ളൂ. അപ്പം നമ്മൾ രാത്രി കിടക്കാൻ കട്ടിലേ കിടന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഭൂമിയിൽ സ്പർശനമില്ലാതെ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ശരീരത്തിൽ സ്റ്റാറ്റിക് എനർജി വരും. അതായത് ശരി പറഞ്ഞാൽ ഒരു മലിന ശക്തി നമ്മളിൽ ധ്രുവാന്തരപ്പെടും. അത് നമ്മളിങ്ങനെ ഇടത് പിങ്കള തൊട്ട് വടത് പിങ്കളയിലേക്ക് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. ഉറക്കമൊക്കെ കഴിഞ്ഞു, നമ്മൾ നിദ്രയിൽ നിന്ന് എണീറ്റു. നിദ്രയിൽ നിന്ന് എണീക്കുന്ന സമയത്ത് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ്, കിടക്കുന്ന സ്ഥലത്തു നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞിട്ട് നമ്മളൊന്ന് എണീക്കുക. കിഴക്ക് അഭിമുഖമായി നമ്മൾ എണീക്കണം. എന്നിട്ട് നേരെ ഇരിക്കുക. അപ്പം തെക്കോട്ട് തല വെക്കുന്ന ആളാണെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞ മുഖം വരും, കിഴക്കോട്ട് തിരിഞ്ഞേക്കുന്ന ആൾ പടിഞ്ഞാട്ട് തിരിഞ്ഞ മുഖം വരും. എന്നിട്ട് പണ്ട് പറയാറുണ്ട്, ഇങ്ങനെ ഈ കൈകൾ, നമ്മൾ ഈ കൈകളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട്, നമ്മുടെ രണ്ട് കൈകൾ എന്ന് പറയുന്ന സാധനത്തിന് വളരെ ശക്തിയുള്ളൊരു സാധനം, ഏറ്റവും പെട്ടെന്ന് എനർജി ലെവൽ വർദ്ധിക്കുന്നതാണ്. എല്ലാ നാഡീവ്യൂഹങ്ങളിലെയും സങ്കേത കേന്ദ്രമൊക്കെയാണ്. കരാഗ്രേ വസതേ ലക്ഷ്മി, അതിൻ്റെ അതായത് ഈ കരത്തിൻ്റെ അഗ്രത്തിൽ ഒരു ഭഗവാനും മധ്യത്തിലും മൂലത്തിലും കരമൂലേത് ഗോവിന്ദം പ്രഭാത കരസ് ദർശനം. അതായത് ഈ കയ്യിൽ നോക്കിയിട്ട് ഭഗവാന്മാരെയൊക്കെ നമ്മൾ കാണുക. അതായത് നമ്മൾ തന്നെ പറയാറുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഹിന്ദു സനാതന ധർമ്മം പറയുന്ന നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈശ്വരനാണ് നമ്മുടെ ശക്തി. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരന് ശക്തി കൊടുക്കലാണ് നാമജപം. അതാണല്ലോ മനനാൽ ത്രായതേ ഇതി മന്ത്ര. ആ മനസ്സിൽ ത്രാണനം ചെയ്യുന്ന, അത് നമ്മുടെ നന്മയ്ക്കായിട്ട്, ഓരോ വ്യക്തികളുടെ നന്മയ്ക്കായിട്ടാണ് ചെയ്യണേ. അപ്പം ആ ഭഗവാന്മാരെയൊക്കെ കണ്ടിട്ട് പതുക്കെ ശരിക്കും നമ്മളിങ്ങനെ കൈകൊണ്ടൊക്കെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടി മുഖത്ത് ചിലപ്പോൾ ഒന്ന് മസാജൊക്കെ ചെയ്ത് അപ്പം നമുക്കൊരു എക്സ്ട്രാ എനർജി ലഭിക്കുന്ന. എന്നിട്ട് ചാടി നമ്മൾ കട്ടിൽ നിന്ന് ഇറങ്ങാറില്ല. എന്തുകൊണ്ടാണ് ചാടി കട്ടിൽ നിന്ന് ഇറങ്ങാതെ? കാരണം നമ്മളിലുള്ള ഈ സ്റ്റാറ്റിക് എനർജി നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അല്ലെങ്കിൽ നമുക്ക് ഭൗമോർജം നമുക്ക് ആഗിരണം ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് കാലയിലേക്ക് കയറിയാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വായു സമ്മർദ്ദം മുഴുവൻ നമ്മുടെ വലതുഭാഗത്ത് പോയി നമുക്ക് തളർച്ചയുണ്ടാകും. ശാസ്ത്രീയമായിട്ട് അതാണ്. നമ്മൾ ആധ്യാത്മികമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രവസനേ ദേവി, അതായത് സമുദ്രത്തിൽ വസിക്കുന്ന ഭഗവതിയുടെ മടിത്തട്ടിലേക്ക്, വിഷ്ണു ഭഗവാന്റെ ഭാര്യയായ ഭഗവതി മടിത്തട്ടിലേക്ക് നമ്മൾ ഇറങ്ങുന്നു. അപ്പോൾ ഭഗവതിയോട് ക്ഷമ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇറങ്ങണത്. ഞാൻ നിന്റെ മടിത്തട്ടിലേക്ക് ഇറങ്ങുകയാണ്. അതായത്
ഈ പാദസ്പർശം ചെയ്യുന്ന ഭഗവതിയുടെ, നമ്മുടെ പാദം സ്പർശിക്കുന്ന ഭഗവതിയുടെ മടുത്തില്ല. അപ്പം നമ്മൾ ഭൂമിയിൽ കൈ തൊട്ടൊന്ന് തലേ വയ്ക്കുക. അപ്പം നമ്മുടെ ഈ കൈനറ്റിക് എനർജി നമ്മുടെ കയ്യിലൂടെ പെട്ടെന്ന് ഭൂമിയിലേക്ക് പോയി ഭൗമോർജ്ജം നമ്മളിലേക്ക് ആഗിരണം ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് സയന്റിഫിക് ആയിട്ട് വളരെ ബന്ധമുണ്ട്. ഇനിയിപ്പോൾ കളിയാക്കുന്നവർക്ക് അതും കൂടെ കൂട്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ എണീറ്റ് നേരെ പോയിട്ട് അടുക്കളയിൽ പോയി കട്ടൻ കാപ്പി കുടിക്കുന്നതിന് പകരം പല്ല് തേച്ച് ശൗചാദികൾ ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അന്നത്തെ ദിവസം അതിലേക്കൊന്ന് ഞാൻ കടക്കാം. ശരിക്കും പല്ല് തേക്കുന്ന പണ്ടത്തെ ഒരു കാര്യം പറയാനുണ്ട്. വടക്കോട്ട് തിരിഞ്ഞ് പല്ല് നന്നായാൽ പാതി നന്നായി, മുഖം നന്നായാൽ മുഴുവൻ നന്നായി എന്ന് ആരോ പറഞ്ഞൊരു കവിത കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വടക്കോട്ട് തിരിഞ്ഞ് കാമദേവനെ ധ്യാനിച്ച് പല്ല് തേക്കണം എന്നവരാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതെങ്ങനെ നിങ്ങൾ ധരിക്കുന്നറിയില്ല. ഒരു പഴയ സിദ്ധാന്തം എന്ന് പറഞ്ഞു എന്നുള്ളൂ. പല്ല് തേക്കെങ്കിലും ചെയ്യണം അറ്റ്ലീസ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ബാത്റൂമിൽ കുളിക്കാം, കുളത്തിൽ കുളിക്കാം, അങ്ങനെയൊക്കെ ആവാലോ. ഗംഗേജ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധം ഗുരു. ഗംഗയും യമുനയും എല്ലാവരും കൂടി ആ പുണ്യ നദികളെല്ലാവരും ഉൾക്കൊണ്ട ആ വെള്ളം, ആ പുണ്യതീർത്ഥം നമ്മുടെ തലയിൽ ഒഴിക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിച്ച് ഒരു കപ്പ് വെള്ളം അല്ലെങ്കിൽ മുങ്ങി കുളത്തിൽ നിന്നൊരു വെള്ളം ആദ്യം മുഖത്തിന് ഒഴിച്ചിട്ട് വേണം, അതായത് ഗംഗ, അത് നമ്മളിൽ തളിച്ച് നമ്മൾ കുളിക്കുക. കാരണം അങ്ങനെയുള്ള പുണ്യമായ നിൽക്കുന്ന തീർത്ഥങ്ങളാൽ നിറയപ്പെട്ട ആ ജലത്തിലാണ് നമ്മൾ കുളിക്കുന്നത്. അതായിരിക്കണം നമ്മുടെ സങ്കല്പം. അങ്ങനെ സങ്കല്പിച്ച് നമ്മൾ കുളിക്കുമ്പോഴാണ് അതൊരു പുണ്യ നദിയിലുള്ള സ്നാനമായി മാറണേ. ഒന്ന് നോക്കൂ, നമ്മുടെ ആ ധർമ്മത്തിന്റെ ഒരു വളരെ വലിയ ഒരവസ്ഥയെ ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങോട്ട് അറിയണ്ടാവില്ല. എന്നിട്ടും പറയണുണ്ട് അതിനകത്ത്. എങ്ങനെയാണ്? ഈ മൂദേവി ശ്രീദേവി രണ്ടുപേരാ. ലക്ഷ്മി ദേവിയുണ്ട്, ജ്യേഷ്ഠാലക്ഷ്മി ഉണ്ട്. അപ്പൊ ഇവര് തമ്മിൽ ഇങ്ങനെ യുദ്ധം നടക്കുക. നമ്മൾ സ്നാനം ചെയ്യുമ്പോൾ ഇവരെല്ലാം നമ്മുടെ ശരീരത്തു നിന്ന് പോയി. ആദ്യം ആര് കയറണം ശരീരത്തേക്ക് എന്നൊരു യുദ്ധമുണ്ട്. സനാതന ധർമ്മത്തിൽ പറയണത് ഈ യുദ്ധത്തിൽ യുദ്ധം നടന്നാലും ആദ്യം അവിടെ വരുന്നത് മൂദേവിയാണ്. അപ്പൊ ഈ കുളി കഴിഞ്ഞ് തോർത്തണ വഴിയെ ഫസ്റ്റ് മൂദേവി കയറും. അതുകൊണ്ട് പറയാറുണ്ട്, കുളി കഴിഞ്ഞ ഉടനെ പുറം തോർത്തണം എന്നാ പറയാ. നമ്മുടെ ശരീരത്തിന്റെ പുറഭാഗം തോർത്തണം. അപ്പൊ മൂദേവി അവിടെ കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല, പുറകല്ലേ. മുഖത്തേക്കാണ് മൂദേവി വന്നെങ്കിലോ ഭംഗിയൊക്കെ പോവേ. അപ്പൊ അതിനാണ് അങ്ങനെ പറയാ. അതിന് വേറൊരു സയന്റിഫിക് വശം പറയുന്നുണ്ട്. നമ്മുടെ നട്ടല് ഒരിക്കലും തണുപ്പടിക്കാൻ പാടില്ല. അതിനിടയ്ക്ക് സുഷ്മന നാടിയൊക്കെ പോകുന്നുണ്ട്. അവിടെ ഈ ഒരുപാട് തണുപ്പടിച്ച് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ശാസ്ത്രീയം അതിനാണ് ആദ്യം തോർത്ത് തുടക്കുന്നത്. ശാസ്ത്രീയമായി അതിനും പറയാം. നമ്മൾ ഈ പഴയ സനാതന ധർമ്മങ്ങളൊക്കെ ഈ സയന്റിഫിക്കായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ തോർത്തി കുളിച്ച് പിന്നെ അതിന് ആദ്യം കാല് കഴുകുക. കുളിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം കാല് കഴുകുക, കൈകൾ കഴുകുക, മാറിടം കഴുകുക, മുഖം കഴുകുക. അങ്ങനെയൊക്കെ ചെയ്താൽ കുളിക്കണ്ടേ. അത് ബാത്റൂമിലെ ഷവർ ഓൺ ചെയ്യണേണ്ടി ഇതൊന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിളക്ക് കൊളുത്തിയേർത്ത് ഒരല്പം നാമജപം, പ്രാർത്ഥനകൾ. ഇനി നാമം ജപിക്കാൻ പാടില്ല, ഓഫീസിൽ പോകാൻ തിരക്കണ്ട. എൻ്റെ ഈശ്വരന്മാരെ എന്നെ അനുഗ്രഹിക്കണം. എല്ലാവരെയൊക്കെ ഒന്ന് വിളിക്കാമല്ലോ. പരദേവതയെ വിളിക്കാം, മൂലകുടുംബം വിളിക്കാം, അടുത്തുള്ള ദേശാധിപതിയായ അമ്പലത്തെ വിളിക്കാം, നമ്മുടെ കാരണവന്മാരെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒക്കെ ഒന്ന് നമസ്കരിച്ച്, അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദീർഘദണ്ഡ നമസ്കാരം, നിർലജോ ഗുരു സന്നിധവും ശരീരമർത്ഥം പ്രാണഞ്ച സദ്ഗുരുഭ്യോ നിവേദയാൽ. അല്ലയോ ഭഗവാനെ, ഞാൻ എൻ്റെ ശരീരം, എൻ്റെ അർത്ഥം, എൻ്റെ സ്വത്തുക്കൾ നിന്റെ മുമ്പിൽ നിവേദിക്കുകയാണ്. ദോഷമില്ലാത്ത, ദുരിതമില്ലാത്ത, ദുഃഖമില്ലാത്ത ശരീരവും അർത്ഥവും സ്വത്തുക്കളും നിറണമെന്നൊക്കെ പറഞ്ഞ് ഒന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ചങ്ങ് പോവുക. ഇറങ്ങാൻ നേരത്ത് ആഞ്ജനേയ സ്വാമിയെ, വീണ്ടും ഭഗവാൻ തന്നെയാണ്, പോകുന്ന കാര്യങ്ങളിലൊക്കെ ഒരു വിജയം ഉണ്ടാക്കിയതിന് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ ആ ദിവസം ഒരു പരിധി കൂടുതൽ നിങ്ങൾക്ക് വരാവുന്ന ദുരിതങ്ങളൊക്കെ ഒരു പരിധി കൂടുതൽ നിങ്ങളിൽ നിന്ന് മാറി ഒരു ശുഭത ഉണ്ടാവും. യാതൊരു സംശയവും വേണ്ട. കാരണം ഒരു സാധാരണ ചിട്ടയാ. ഒരു രസോടെ പറയാം, അത്യാവശ്യം നല്ല ദേക്ഷ്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, എന്ന് നിലത്ത് തൊട്ട് അങ്ങനെ തൊഴുതു പോയാൽ അവരുടെ ദേക്ഷ്യങ്ങളൊക്കെ ഇത്തിരി കുറയും. കാരണം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ മലിനോർജം രാവിലെ തന്നെ വിസർജിച്ചു പോയി ഭൗമോർജം അവരിലേക്ക് ആഗിരണം ചെയ്യുമ്പോൾ അവർക്കൊരു പ്രത്യേക പ്രഭാവം വരും. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ തൊട്ട് തലേ വെക്കുന്നത് ക്ഷമയുണ്ടാകാൻ നല്ലതാണ്. അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ ഒരു വളരെ രസകരമായിട്ട് വളരെ ചെറിയ ഒരു ചടങ്ങാണ്. നമ്മൾ ചെയ്യുന്നതിന് ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ ഒരു ദിവസം നമുക്ക് അത്ഭുതം സൃഷ്ടിക്കുക.
അത് സയൻറ്റിഫിക് ആയിട്ടാണ് ശരി, ആധ്യാത്മികമായിട്ടാണ് ശരി. അപ്പം നിങ്ങൾ ഒരു തുടക്കം, ഒരു ദിവസത്തിൻ്റെ തുടക്കം അത് നന്മയിലേക്കാകാൻ, അതിനകത്ത് ഈശ്വരപ്രസാദം കിട്ടാൻ ഇതൊന്ന് ചെയ്തു നോക്കൂ, മാറ്റം വരും.